ഹലോ, ഇവിടെ ഇന്നൊരു അടിപൊളി ദിവസമാണ്. ഏതാ ശിവക്കോട്ടൻ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ ഇട്ട് വരുവാണ്. എന്നാലും മുഖത്ത് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, ജലദോഷവും ചെറിയൊരു പനിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും വകവെക്കുന്നില്ല. ഇന്ന് അടിപൊളി പെർഫോമൻസ് ഉള്ളതാണ് സ്കൂളിൽ. ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ശിവക്കോട്ടനും കൂടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ചായിക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഏരിയയിലാണ് അവർക്ക് ഡ്രസ്സ് ചെയ്യാനും ഗ്രൂമിങ്ങിനും ഒക്കെ ഉള്ള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ, ടീച്ചേഴ്സ് പിന്നെ ഇവരെ അങ്ങ് ഏറ്റെടുക്കുക. പാരൻസിന് അങ്ങ് അവിടെ ഒരു റോളും ഇല്ല. പിന്നെ മേക്കപ്പ് ഒക്കെ ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രീ ആയപ്പോഴത്തേനും വെറുതെ അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 21st ആനുവൽ ഡേ സെലിബ്രേഷനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ തന്നെ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഫോട്ടോസ്, നേരത്തെ നടന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഫോട്ടോസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരൻസ് എല്ലാം അതൊക്കെ നിന്ന് കാണുവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും പേരും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഓരോ ടീമായിട്ട് സ്റ്റേജിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു ചെറിയ ഇനാഗുറൽ സെഷനാണ്. അപ്പോൾ ഒരുപാട് ഡിലേ ഒന്നും ആക്കിയില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ തൊട്ട് ഒരുങ്ങി വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവരുടെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, സ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്നറിയാമോ ഇവരുടെയൊക്കെ ഈ ഒരു തിളങ്ങുന്ന ഉടുപ്പും പാവാടയൊക്കെ ഇട്ടിട്ട് അത് സ്റ്റേജിൽ വരുമ്പോഴേ തന്നെ നമുക്കൊരു ഭയങ്കര എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ ടീച്ചേഴ്സിനെയൊക്കെ സമ്മതിക്കണം. ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ പൊസിഷനൊക്കെ ഇവരെങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നു. 1-2 പ്രോഗ്രാമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഇവരുടെ ആ ഒരു പെയറിനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നു, കുഞ്ഞുങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ട് ടീച്ചേഴ്സല്ലേ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ഇവരുടെ ഒന്നും ക്ലാസ്സോ അങ്ങനെ ഒന്നും മുടക്കിയിട്ടൊന്നും അല്ല ഇവരെ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും അതൊന്നുമല്ല. നമ്മുടെ അക്കാഡമിക്സ് എന്ന് പറയുന്നത് ഈ ഒരു KG ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, 4-5 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അക്കാഡമിക്സ് അല്ല വേണ്ടുന്നത്. അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്. അവരുടെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയം ഒരു കുഞ്ഞാൾ എവിടെയെന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ മോണിറ്ററിലൊന്ന് നോക്കിക്കോണേ, അവിടെ കുറേ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിവിടെ നേരത്തെ പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. അവരിപ്പോൾ നല്ല നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാൾ പ്രൊഫസറാണ്, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഇപ്രാവശ്യത്തെ ഇവിടുത്തെ വിശിഷ്ട അതിഥികളെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സംഗതിയല്ലേ. നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ഗസ്റ്റായിട്ട് വരിക, ആനുവൽ ഡേയുടെ ഇനാഗുറേഷന് വേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും അല്ലേ. നമ്മുടെ ചേട്ടന്മാരാണ്, അപ്പോൾ നമ്മളും ഇതേ കണക്കിനി വരാനുള്ളവരാണെന്നൊക്കെ അവർക്ക് തോന്നും അല്ലേ. ഈ കുഞ്ഞുങ്ങൾ കണ്ട ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. അവർ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചൊക്കെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഞാൻ ഓർത്ത് നമ്മളൊക്കെ ആണെങ്കിൽ സ്റ്റേജിൽ കയറണമെന്ന് ആലോചിക്കുമ്പോഴത്തേന് ടെൻഷനും സ്റ്റേജ് ഫിയറും. ഇപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. പഴയ ആൾക്കാർക്കാണ് കൂടുതലും ഈ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ളത്. അത് അധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാതെയൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അങ്ങനെയല്ലല്ലോ. അവർ ചെറുപ്പം തൊട്ടേ പല വേദികളൊക്കെ കയറാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിക്കുവാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലൻ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡാൻസിലായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടുന്നതിലായിരിക്കും, മറ്റേ കുട്ടികൾക്കാണെങ്കിൽ സ്പോർട്സ് അതുപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും ടാലൻ്റ് ഉള്ളത്. നമുക്കിത് നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ വലിയ എളുപ്പമാണ്. നമുക്കിപ്പോൾ ചില കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാവത്തില്ല. പക്ഷെ അത് ഈ ഒരു ആർട്ട് ഫോംസിനകത്തൂടെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ടാലൻ്റ് ഏതാ, ഇൻട്രസ്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ശിവയ്ക്കാണെങ്കിൽ ഒരുപാട് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവന് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു പാട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയായിട്ടോ ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനത് നല്ലതായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു മേഖല അവർക്ക് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഉണ്ടാവും. ഏതാണ് ആ ഒരു ഏരിയ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാക്സിമം ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞപ്പോഴത്തേനും ശിവയ്യോ അമ്മ എന്നെ അതിൽ ചേർക്കല്ലേ, എന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ചേർത്തോ, ഞാൻ ചെയ്തോളാം, എന്നെ ഡാൻസിന് ചേർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അവന് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്ലാസ് ടീച്ചേഴ്സിന് അറിയാലോ, അവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ട് പറയും, എന്തൊക്കെ പ്രശ്നം വീട്ടിലുണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ടീച്ചർ പാരൻസിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രോഗ്രാമിന് ചേർക്കണം. അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അവർക്ക് അറിയില്ലല്ലോ ഇത് എത്രത്തോളം അടിപൊളി സംഗതിയാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ പ്രാക്ടീസ്
പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ലെവൽ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന UKGയിലെ കുഞ്ഞുമക്കളാണ് കേട്ടോ. അവരെന്ത് കൺട്രോളിലാണ് ബോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ശരിക്കും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അത് ഉരുണ്ട് പോകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ സ്ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ UKG കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഒരു പുത്തരിയല്ല. ഇത് കണ്ടോ, KG സെക്ഷനിൽ ഒരു ചെറിയ സ്റ്റേജ് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ആനുവൽ ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി പെർഫോം ചെയ്യുക. അപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് ഫിയറോ ഒന്നും ഇല്ലാതെ അവർ ആക്ടിവിറ്റീസും ഡാൻസും ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഞാനപ്പോൾ ഇടയ്ക്കൊന്ന് ചെന്ന് ശിവക്കുട്ടൻ എന്തായി, അവന് വെള്ളം വേണോ ബിസ്ക്കറ്റ് വേണോ എന്നൊക്കെ നോക്കാൻ ചെന്നപ്പോഴത്തേനും ആൻറ്റിമാരും ടീച്ചർമാരും ഒക്കെ ഇഷ്ടംപോലെ വെള്ളവും പിന്നെ എന്താണ് സ്നാക്സും ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരുങ്ങി നിൽക്കുകയല്ലേ. കുഞ്ഞുങ്ങളെ ടീച്ചേഴ്സ് കൊണ്ടുപോയപ്പോൾ തൊട്ട് പാരൻസ് എല്ലാം കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇനി അവരെ കാണുന്നത് ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് ഒന്ന് സ്റ്റേജിൽ കാണുന്നതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങ് അടിച്ചുപൊളി പാട്ടൊന്നും അല്ല, ഫുള്ള് കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പഴയ കാലത്തെ കുറേ കാര്യങ്ങൾ, നെല്ല് കൊയ്യുന്നതും അല്ലെങ്കിൽ കറ്റ മെതിക്കുന്നതും കൊട്ടയും വട്ടിയും ഒക്കെ ഉള്ള കുറേ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതുമായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടും. ഇതിൻ്റെ പേര് കൊട്ടാന്നാണ്, അല്ലെങ്കിൽ ഇത് മുണ്ട്, കൈലി തോർത്ത്, ഇതൊക്കെ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള അടിച്ചുപൊളി പാട്ടുകളുടെയും പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ശിവകുട്ടൻ്റെ ഡാൻസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ കൊറിയോഗ്രാഫർ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുവാണ്. ഇനിയിപ്പോൾ എത്ര നിർത്തി കഴിഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം പല സ്ഥലത്തൊക്കെ ആയിപ്പോകും. എങ്കിലും ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾ മാക്സിമം ആ ഒരു സ്റ്റേജിൻ്റെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പേരൻ്റെ കൂടെ തന്നെ എപ്പോഴും അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കുഞ്ഞുങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അത്രയൊക്കെ മതിയല്ലേ. എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടുന്നത്. വേറൊരാളുടെ സ്ഥലത്ത് കയറി പെർഫോം ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ പാട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ആൾക്കാരെയും മാനേജ് ചെയ്യണം. ഒരേ സമയം ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരോട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് കൊടുക്കണം. അതുപോലെ തന്നെ പാട്ട് ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനാണ് ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പിന്നീട് ഭയങ്കരമായിട്ട് കോർഡിനേഷനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫോമൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതൊന്നും ഇപ്പോൾ ഒരു മാറ്ററേ അല്ല. സ്റ്റേജിൽ കയറുക, എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും ചിരിക്കുന്ന എന്താണെന്നറിയാവോ, ഇവരുടെ എല്ലാം പാരൻസ് ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്കൂളുകാർ ചെയ്താണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ പാരൻസിന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് റോ ഒഴിച്ചിട്ടിരിക്കുകയാണ് സീറ്റ്. ഈ കുഞ്ഞുങ്ങളൊന്നും ആദ്യമായിട്ടല്ല കേട്ടോ സ്റ്റേജിൽ കയറുന്നത്. 2 മാസം മുമ്പ് സ്കൂളിൽ നടന്നൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. കിഡ്സ് ഫെസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, പോയോലല്ലോ ആക്ഷൻ സോങ്. വലിയ കുട്ടികൾക്ക് പോയവും KG കുട്ടികൾക്കൊക്കെ ആക്ഷൻ സോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നിറച്ചൊരു പ്രോഗ്രാംസ്. ഈ ഒരു KG സെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടുന്നത്. അക്കാഡമിക്സ് അല്ല, അവർക്ക് കൂടുതൽ അവരുടെ ഒരു ടാലൻറ്റ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്നത്. അപ്പോൾ അതോടൊപ്പം ഉണ്ടല്ലോ, ഈ ഫാൻസി ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ണിയാർച്ചയെന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുമ്പോൾ ആരായിരുന്നു ഉണ്ണിയാർച്ച, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ പ്രത്യേകത എന്നൊക്കെ കുഞ്ഞുങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയാണ് കാണിക്കുന്നത്, ആരായിരുന്നു ഇന്ദിരാഗാന്ധി, എന്തായിരുന്നു ആ വ്യക്തിയുടെ പ്രത്യേകതകൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് അട്ടപ്പാടിയിലെ മധുവിൻ്റെ ഒരു കേസാണ്. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടും നടക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെ ഈ ഒരു ഫാൻസി ഡ്രസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ ഒരു നിമിഷമെങ്കിലും അവർ ഇതിനൊക്കെ പറ്റിയിട്ട് ചിന്തിക്കും. അല്ലെങ്കിൽ ഇത് മനസ്സിൽ ഇവിടെ കിടക്കുമ്പോഴത്തേന് പിന്നീട് ഇവർ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങുന്നത്. ഇത് ശിവയുടെ പെർഫോമൻസ് ആണ് കേട്ടോ. ശിവയ്ക്ക് പട്ടാളക്കാരനായേ പറ്റൂ എന്ന് പറഞ്ഞത് കാരണം പട്ടാളക്കാരൻ്റെ ഒരു യൂണിഫോമൊക്കെ തപ്പിയെടുത്തിട്ടാണ്. അപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഒട്ടുമിക്ക ആൾക്കാരും പട്ടാളക്കാർ തന്നെയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരെന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുന്നവരാണ്, ധീരന്മാരാണ് എന്നൊരു തോട്ട് പൊതുവെ കുഞ്ഞുങ്ങളിലുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആൺകുട്ടികളും പട്ടാളക്കാരായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഉണ്ട്, അതുപോലെ തന്നെ ദൈവങ്ങളും കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണനെ നേരത്തെ കണ്ടു, ഇപ്പോൾ പരമശിവൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ. ഇത് കണ്ടോ, തേങ്ങയുടെയൊക്കെ ഒരു കട്ടിങ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ
സംഗതികളൊക്കെ കുഞ്ഞുങ്ങൾ കുറേ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പെർഫോമൻസ് വരുന്നത് അമ്മമാർ ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. അമ്മ എന്ന വ്യക്തി പല കൈകൾ കൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫാൻസി ഡ്രസ്സിലൂടെ ഈ കുഞ്ഞു മോൻ കാണിക്കുന്നത്. അടുത്തതാണ്ട് ഇതാ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ ഈ അടുത്ത സമയത്താണ് സ്കൂളിൽ സോളാർ സിസ്റ്റവും പ്ലാനറ്റിനെ പറ്റിയിട്ടും സ്പേസ് സയൻറ്റിസ്റ്റിൻ്റെയും സ്പേസ് വെഹിക്കിളിനെ ഒക്കെ പറ്റിയിട്ട് കുറേ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇവരെല്ലാം സ്റ്റേജിലുണ്ടായിരുന്നു. കിഡ്സ് ഫെസ്റ്റ് പോലെ തന്നെ ആനുവൽ ഡേയും അടിപൊളിയായിരുന്നു. അങ്ങനെ ശിവ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നു. സ്കൂളിൽ നിന്ന് കിട്ടിയ റിഫ്രഷ്മെൻറ്റും വാങ്ങിച്ച് വരുമ്പോഴാണ് അച്ചാച്ചനെ കാണുന്നത്. സർപ്രൈസ് ആയിട്ടാണ് അച്ചാച്ച ശിവയുടെ പ്രോഗ്രാം കാണാൻ വന്നത് കേട്ടോ. അങ്ങനെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒത്തിരി ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്